ഇത്രയും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാകാനും അതോടൊപ്പം തന്നെ യാതൊരു പ്രതികരണശേഷി ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അമേരിക്ക അവർ തന്നെയാണ് ഈ പറയുന്ന വേൾഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർ ചെയ്തൊരു ടാറ്റിക്സ് വേറൊന്നുമല്ല, പൊളിറ്റീഷ്യൻസിനെ. ഓക്കെ, ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിലെ പൊളിറ്റീഷ്യൻസ്, അതായത് അപ്പൂപ്പന്മാരാ. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴുന്ന അപ്പൂപ്പന്മാരല്ല, അല്ലെ? കക്കലും മോഷ്ടിക്കലും, അതായത് ജനങ്ങൾക്ക് യാതൊരു കാര്യം ചെയ്യാതെ എവിടെ നിന്നും കൈയിട്ട് പറഞ്ഞു എന്നുള്ള ആൾക്കാരാണ് മെന്റാലിറ്റി. ഓക്കെ, പക്ഷെ അവരെ പറഞ്ഞ കാര്യമില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇതെല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിലെ പിള്ളേരെ അങ്ങനത്തെ ഖനിയിൽ പണിയെടുപ്പിക്കുന്നു, നമ്മുടെ പിള്ളേരെ ഇങ്ങനെ നശിപ്പിക്കാനുള്ള രീതി നോക്കുന്നു. കാരണം നമ്മുടെ പിള്ളേരുടെ DNA ഇച്ചിരി പ്രശ്നമാണ്. അതായത് അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്നും കൺക്യൂർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് DNA ഇല്ലാതാക്കണം, അതോടൊപ്പം തന്നെ അവരുടെ ഉള്ള പീനൽ ഗ്ലാൻഡ് ഇല്ലാതാക്കണം. ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവരുത്. ഓക്കെ, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ കാണിച്ചിടുന്നു. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ആ ഒരു എംബ്രിയോ ആവുമ്പോൾ മുതൽ അല്ലെങ്കിൽ ആ ഒരു അച്ഛന്റെ സെമൻ ക്വാളിറ്റി കുറക്കുന്ന മുതൽ അവർ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുവേണ്ടി ഇവരിങ്ങനെ കുടുക്കിയിടും. അതായത് ഈ പറയുന്ന പപ്പറ്റ്സിന് മുമ്പിൽ നിർത്തണമല്ലോ. ഒരിക്കലും അംബാനി അല്ലെങ്കിൽ ഈ പറയുന്ന അദാനിക്ക് ഭരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന് ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ട് കാര്യം പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോ അവര് പുറകെ നിന്നിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രി, ഈ പറയുന്ന CM ഇവരെല്ലാം വേസ്റ്റ് ഓഫ് കയ്യിൽ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും വലിയൊരു എക്സ്ട്രീം തന്നെ. ഓക്കെ, പണം ഇട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ആയി നമ്മുടെ മുമ്പിൽ ഹീറോ ആയ ആൾക്കാർ. അതായത് സിനിമയിലെല്ലാം ഇടിയും അടിയും, അതോടൊപ്പം മന്ത്രിമാരെ ചീത്ത പറയുന്നു, പോലീസുകാരെ ചീത്ത പറയുന്നു, മീഡിയസിനോട് വലിയ വർത്തമാനം പറയുന്നു. പക്ഷെ നേരിട്ട് റിയൽ ലൈഫിൽ അവർ മിണ്ടായിരിക്കും. ഓക്കെ, അതായത് വെറും ഡമ്മികളായിട്ട്, അതായത് യാതൊരു പ്രതികരണശേഷി ഇല്ലാത്ത നമ്മുടെ സൂപ്പർ ഹീറോസ്. അവർ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വിഷമടങ്ങിയ ഭക്ഷണം വിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരുപാട് നെഗറ്റിവിറ്റിയെ പരത്തും. അപ്പോൾ അങ്ങനെ അവരെ ലോക്കാക്കും. അതോടൊപ്പം ജനങ്ങളെ ഈസിലി പറ്റും. അതായത് ലോൺ കൊടുക്കും. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ലോൺ കിട്ടും. എന്നിട്ട് ലോൺ എന്ന് പറഞ്ഞ് നമ്മൾ കുടുക്കിയിടും. നമ്മുടെ ലൈഫിന്റെ ഓരോ ഇൻകമും അവർ കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ അവർ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ജീവിക്കാനുള്ള മാർഗം വളരെ ടൈറ്റ് ആവും. അതോടൊപ്പം രൂക്ഷമായ പിടിവലിയും ഉണ്ടാവും. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ ഒതുങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സിക്ക് ആയിട്ടുള്ള ആൾക്കാർ, ഡെബിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവർ യൂസ് ചെയ്തൊരു മെത്തേഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുല്ലപ്പെരിയാറെല്ലാം 140 വർഷമായി എന്നിട്ടും പൊളിക്കുന്നില്ല. കാരണം അവര് പറയണം പൊളിക്കാൻ, അവര് പറയില്ല. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമായി. ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന്റെ ഏറ്റവും നട്ടലാണ് എറണാകുളം, അല്ലെ, അല്ലെങ്കിൽ കേരളം. അപ്പൊ അതങ്ങനെ ഇല്ലായി കഴിഞ്ഞാൽ അത്ര എളുപ്പമായി. അപ്പൊ ഇതെല്ലാം ആ ഒരു ടെക്നിക്ക് തന്നെയാണ്, വളരെ ടെക്നിക്ക് തന്നെയാണ്. മനസ്സിലാവില്ല ആർക്കും, വിഡ്ഢികൾക്കാർക്കും മനസ്സിലാവില്ല, പക്ഷെ ലോജിക്കുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കും. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പപ്പറ്റിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ അടിമയായിട്ട് നിൽക്കാനോ പറ്റില്ല. അതോടൊപ്പം നമ്മുടെ കോട്ടെല്ലാം, അല്ലെ, കൊറോണക്ക് എല്ലാം വളരെ 3-4 വർഷമെല്ലാം പൂട്ടിയിട്ടു. പക്ഷെ ഡൽഹിയിലെല്ലാം ഇപ്പോഴും കുഞ്ഞുങ്ങളെല്ലാം വിഷമടങ്ങി ഇതെല്ലാം വലിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ ഈ വിഡ്ഢികളായിട്ടുള്ള കോട്ടും നമ്മുടെ ഈ വിഡ്ഢികളായിട്ടുള്ള അപ്പൂപ്പന്മാരും ഇതെല്ലാം നമുക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നൽകാൻ ശ്രമിക്കുന്നു, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം ഇല്ലാതാക്കി അസുഖത്തിൽ കൊണ്ടുപോയി പെടുത്തുന്നു. ഓക്കെ, അസുഖം, അല്ലെ, അസുഖം കുറഞ്ഞാൽ പറ്റിയെങ്കിലും ഒരിക്കലും ഓരോ വർഷം കഴിയുമ്പോൾ ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ഇത്രയും ഫ്ലറിഷ് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം അവരുടെ തന്നെ പദ്ധതികളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും.